കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇമ്പോർട്ടൻ്റ് അല്ല 2 അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത്. നമുക്ക് പുതിയ 2 നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് HDFC ബാങ്കിൻ്റെ PO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് മാനേജേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കണം. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 30-ാം തീയതിയാണ്. 30/12/2020 സ്റ്റാർട്ട് ചെയ്ത് തീരുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ്. ഓക്കെ, ടെസ്റ്റിൻ്റെ ഡേറ്റ് മാർച്ചിലാണ് നടക്കുന്നത്. ഇനി നമ്മൾ കയറുന്നത് റിലേഷൻഷിപ്പ് മാനേജറായിട്ടാണ്. പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടി. നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജറാവും, ഡെപ്യൂട്ടി മാനേജറാവും, മാനേജർ, സീനിയർ മാനേജർ, അങ്ങനെയുള്ള പോസ്റ്റിലൂടെ നമ്മൾ പ്രൊമോഷൻ കിട്ടി കയറി പോകും. ഇനി എലിജിബിൾ ക്രൈറ്റീരിയ കിടക്കുന്നത് നമുക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 1 to 10 years എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിഗ്രി റെഗുലർ ആയിരിക്കണം, ഡിസ്റ്റൻറ്റ് ഡിഗ്രി പറ്റത്തില്ല. 50% മിനിമം സ്കോർ ഉണ്ടായിരിക്കണം. മാക്സിമം ഏജ് ലിമിറ്റ് 35 ആണ്. ഓക്കെ, ഇനി നമുക്ക് മിനിമം 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് സെയിൽസിലുണ്ടായിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് ശ്രദ്ധിച്ചോളുക. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് 6 months. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അപ്പോയിൻ്റ് ചെയ്യുക. പോസ്റ്റിംഗ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആവാം. സാലറി വരുന്നത് 30,000 തൊട്ട് 1.2 lakh per month വരെ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്ലൈ ചെയ്യേണ്ടത് ഇവരുടെ സൈറ്റ് കയറിയിട്ടാണ്. അത് നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറുക. നമ്മൾ IBPS അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഫീ കൊടുത്തേക്കുന്നുണ്ട്. 479 രൂപയാണ് ഫീ വരുന്നത്. ഇൻക്ലൂഡിങ് GST ആണ് 479 ഫീ തന്നിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് നമുക്ക് എക്സാം എങ്ങനെയാണെന്ന് നോക്കാവേ. നമ്മുടെ IBPSൻ്റെ ഒക്കെ പ്രിലിംസ് കിടക്കുന്ന പോലെയാണ് ഈ എക്സാം കിടക്കുന്നത്. നോക്കിക്കോണേ, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് 30, 35, 35. ഓക്കെ, 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 1 hour. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് 1/4. ഓക്കെ, ഇതാണ് എക്സാം. എക്സാം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ എക്സാം അതായത് മെയിൻസ് പോലെയൊന്നുമില്ല. അതായത് ഈ കറണ്ട് അഫേഴ്സ്, ജനറൽ അവയർനെസ് സാധനങ്ങളൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് പ്രിലിംസിൻ്റെ ലെവലിലുള്ള ഒരു എക്സാമും പേഴ്സണൽ ഇൻ്റർവ്യൂവും അത്രയേ ഉള്ളൂ. ഓക്കെ, വേക്കൻസീസിൻ്റെ കാര്യമൊന്നും എഴുതിയിട്ടില്ല. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക, ഇൻ്റർവ്യൂവിന് നല്ലൊരു സ്കോർ ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും ഇതിനെന്തായാലും അപ്ലൈ ചെയ്യണം. കാരണം എക്സാം നല്ല എളുപ്പമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സാം എളുപ്പമെന്നല്ല, എക്സാം പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് യൂക്കോ ബാങ്കിൻ്റെ LBO വിളിച്ചിട്ടുണ്ട്, ലോക്കൽ ബാങ്കിങ് ഓഫീസർ. അപ്പോൾ ഒരു PO ലെവൽ പോസ്റ്റാണ്. കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസി 15 ആണ് ടോട്ടൽ. ഓക്കെ, ഇനി സ്കെയിൽ ഓഫ് പേയ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 20 to 30 ആണ്. മിനിമം 20, മാക്സിമം 30. ഏജ് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. IBPSൻ്റെ ഏകദേശം അതേ ഫോർമാറ്റിൽ തന്നെയാണ് ഇവർ നോട്ടിഫിക്കേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് ഡേറ്റ്സ്. ഓക്കെ, ഒറ്റ എക്സാമേ ഉള്ളൂ. ഓക്കെ, മെയിൻസ് കണക്കാണ് എക്സാം കിടക്കുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ്, ജനറൽ അവയർനെസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു PO ലെവൽ മെയിൻസ് പോലെയാണ് ഇതിൻ്റെ എക്സാം കിടക്കുന്നത്. ഒറ്റ എക്സാമും പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ആണുള്ളത്. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. 0.25 ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ഇനി ഡേറ്റ്സിൻ്റെ കാര്യം നോക്കട്ടെടാ. ലിസ്റ്റിൽ ഏറ്റവും മേളിലുണ്ടാവും. നോക്കിക്കോണേ, ഡേറ്റ് കിടക്കുന്നത് 16/1/2025 തൊട്ട് 5/2/2025 ഡേറ്റ് കിടക്കുന്നത്. ഓക്കെ, ഇനി ബാക്കി എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇവർ തന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാവേ. ഓക്കെ, ഇത്രയാണ് അതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത്. ഒന്ന് എക്സാം നമ്മുടെ ഒരു PO ലെവൽ മെയിൻസ് പോലെയാണ് കിടക്കുന്നത്. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ, ഇനി യൂക്കോ ബാങ്കിൻ്റെ വെബ്സൈറ്റിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരിക. ഓക്കെ, ഇനി വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും ഈ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഒരു വേർഡ് പോലും വിടാതെ വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ അപ്ലൈ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. ഈ വർഷം നമുക്ക് കണ്ടമാനം വേക്കൻസി ഉണ്ട്. SBI എല്ലാവരും അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. SBIയുടെ വേക്കൻസീസ് എല്ലാവരും എഴുതിയെടുക്കാൻ ശ്രമിക്കുക.
IBPSൻ്റെ കലണ്ടർ വന്നിട്ടുണ്ട്, അത് നോക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഈ 2 എക്സാംസ് ഉണ്ട്. സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും HDFCയുടെ അപ്ലൈ ചെയ്യണം. പിന്നെ യൂക്കോ ബാങ്ക് നോക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അവരോട് നോക്കും, മറ്റൊരു വീഡിയോ കാണാം.